ദി മച്ച് അവൈറ്റഡ് ടോക്സിക്കിന്റെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. യാഷാണ് മെയിൻ കഥാപാത്രത്തിൽ വരുന്നത്. നോക്കാം വാ. യൂസ് ഹെഡ്ഫോൺസ് ഫോർ എ ബെറ്റർ എക്സ്പീരിയൻസ്. KBN Productions, Monster Mind Creations, in association with the Lionsgate. Bahubali. I listen to you. Kama padayenge, Daddy. I promise. Yashi. I promise. Hey. Oh. Alter ego ആയിരിക്കും. Kiara. உன்னை விட்டு நான் போக மாட்டேமா. அவருக்கு என் பக்கத்தை பார்க்க இஷ்டம் இல்ல. என் ஆசை என்ன தெரியுமா ராயா? என்னடா? ராயா. இந்த சிட்டியை நீ தான் ஆளணும். ஓ, അങ്ങനെ അനുഭവിക്കായി. என் சிட்டிக்கு வந்து என் ஃபேமிலி மேலேயே கை வைக்கிறிய. ഇവിടെ ഇജാതി ഫ്രെയിമുകൾ കേട്ടാ കിട്ടിലും പടം വരുന്നു എന്നാണ് തോന്നുന്നത്. നമ്മള് കണ്ടതൊക്കെ വെറും ടീസറുകളായിരുന്നു. നമ്മളെ വെറുതെ സംസാരിപ്പിച്ച് കൊതിപ്പിച്ച് കടന്നു പോകാനുള്ളതായിരുന്നു. മെയിൻ പിക്ചർ വരുന്നുണ്ട്. ആൾട്രീഗോ സാധനം എന്ന് തന്നെ തോന്നുന്നു കേട്ടോ. ആ തുടക്കത്തിൽ അതെന്തോന്ന് കാണിച്ച് കിയാരാധ്വാനിക്ക് മകനുണ്ട്. ഇത് ഇങ്ങനെയൊന്നും അല്ലല്ലോ അല്ലേ ഈ പടം നമ്മൾ ആലോചിച്ച് വെച്ചിരുന്നത്. കുമാർ ഖുറേഷി ഏത് പടം? ഇംഗ്ലീഷ് പടം. உன் தம்பிய கொளுத்தி அவன் சாம்பல லைன் போட்டு இழுக்கணும்னு நினைக்கிறேன். என்ன சொல்ற? ராக்கிங் ஸ்டார் யாஷ் கேட்டியப்போ எல்லா பொண்ணுங்களும் அவன் காதல் மேல தனக்கு தான் உரிமை நினைச்சுக்கிட்டு இருந்தாங்க. சாரா சுதாரியா. ஆனா அவன் மனசு எந்த பந்தத்துக்கும் கட்டுப்படாத கட்டு கடங்காத பாஞ்சுகிட்டு இருந்தது. அழகின் அம்சம் நீதான் பெண்ணே. ஆனா அந்த அழகிய ஆயுதமாக்குன நியாயமாக்கண்ணே. கவிதை. Who the hell are you? Who the hell are you? Everybody, hey. I was permanent. Keep your mouth shut. This was supposed to be my fucking fairy tale. എന്തൊക്കെയാടാ നടക്കുന്നത്? എടാ പടം വശോ എന്ന് പോയി കാണണം കേട്ടോ. എന്തൊക്കെയോ ഉണ്ട് പടത്തിന്. എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ സീൻ ബൈ സീന് കിട്ടില്ല. സീനുകൾ, ആ വിഷ്വൽസ് ആവട്ടെ, ഫ്രെയിംസ് ആവട്ടെ, ആക്ടേഴ്സിന്റെ ആ ഒരു അഭിനയം ആയിക്കോട്ടെ, എല്ലാം കിട്ടില്ല. എല്ലാവരുമായിട്ട് എന്തോ റിലേഷൻ വരുന്നത്. യാഷ് എത്ര പേരാ? 1, 2, 3, 4. ആ യാഷ് എന്ത് ഷർട്ടൊന്നും ഇടാതെ അവിടെ അങ്ങനെ എന്തൊക്കെ കാണിക്കണം അവിടെ. കിട്ടില്ലണ്ട് ഈ ട്രെയിലർ കേട്ടാ. ഓ കഥാ മുടിയുള്ള ഓ രുക്മിണി. I was hoping to have a civilized conversation. Do I look civilized to you? സർക്കസോ എന്തോ ഉണ്ട് കേട്ടാ. ഓ Hello, Daddy. ഡാഡിയാ ഡാഡി എന്താ அமைதியால எல்லாம் சரியாயிடுனா பல நூற்றாண்டுகளா யுத்தங்கள் என்ன மைத்துகளா நடக்குதே. നിന്റെ கோழைங்களா നീ എന്തൊക്കെയാടാ നടക്കണേ? ഒരു മുടിയുള്ള യാഷ്, ഒരു മുടിയും താടിയുള്ള യാഷ്, ഒരു ഷേവ് ചെയ്ത് മുടിയൊക്കെ ട്രിം ചെയ്ത യാഷ്. എനിക്ക് തോന്നുന്നു 3-4 കഥാപാത്രങ്ങളാണ്. 3-4
എന്തൊക്കെയോ ഉണ്ടാ. പിന്നെ ഓരോയിടത്തും ഓരോ നായകന്മാര്, ഓരോ സംസാരങ്ങള്, എല്ലാവർക്കും ഈക്വൽ റോളുകളുണ്ട് കേട്ടാ. മൊത്ത തീപ്പുര തന്നെ കേട്ടാ പടത്തില്. യാഷ് കത്തിക്കും முடிய போதுன்னு உனக்கு தெரியும்ல. കൊറിയൻ ദിസ് ഓഗസ്റ്റ്. ഓ Ready to battle chaos with chaos. ഡബിൾ തന്നെ കേട്ടാ. ഡാഡി മോൻ നടക്കുന്നു. தகுந்த விலை கொடுத்தே ஆகணும். എടേ ഇതെന്തോന്നാ ഈ പടം? ഗീതു മോഹൻദാസ് ഫിലിം ഡബിൾ തന്നെ കേട്ടാ. അച്ഛനും മകനും കേട്ടാ. അതാണ് ടോക്സിക്, എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ്. ഓഗസ്റ്റ് 26 കേട്ടാ. റിട്ടൺ ബൈ യാഷ് ആൻഡ് ഗീതു മോഹൻദാസ്, പ്രൊഡ്യൂസ്ഡ് ബൈ വെങ്കട് കെ നാരായൺ ആൻഡ് യാഷ്, സ്റ്റാറിങ്ങും റോക്കിംഗ് സ്റ്റാർ യാഷ്. മൊത്തത്തിൽ യാഷിന്റെ വിളയാട്ടമാണ് കേട്ടാ. ഇജാതി ട്രെയിലർ, ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ. 4.5 മിനിറ്റടാ ട്രെയിലർ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു 4.5 മിനിറ്റ് ഉള്ള ട്രെയിലർ. ഒരു മൊത്തം പടവന്മാർ ഓട്ടിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് പടത്തിലുള്ളതെന്ന് ഇപ്പോഴും സ്റ്റിൽ ഹോണ്ടിങ് ആണ്. കിയാര അദ്വാനിയും യാഷും പ്രണയത്തിലായി, ഭാര്യ ഭർത്താക്കളാവുന്നു, അതിലൊരു മകൻ. അതാണ് മകൻ യാഷ്. അതൊരു ഐഡിയ ഉണ്ട്. ഇനി അതാണ് ആ തുടക്കത്തിൽ ജോക്കർ ഭയം വന്നിട്ട് കിയാര അദ്വാനിന്റെ നിന്റെ അച്ഛൻ എന്നെ ഇഷ്ടമില്ല അങ്ങനെ എന്തോ പറയുന്നത്. ആ സർക്കസുമായിട്ട് ബന്ധപ്പെട്ടാണ് കിയാര അദ്വാനി. അവിടെ വെച്ചായിരിക്കും യാഷുമായിട്ടുള്ള പ്രണയങ്ങളൊക്കെ വരുന്നു എന്നാണ് തോന്നുന്നത്. ഇത് കഴിഞ്ഞ് യാഷ് ഇത് കഴിയുമ്പോൾ കിയാര അദ്വാനി മരിക്കുമെന്ന് തോന്നുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് യാഷ് താടിയൊക്കെ മീശയും വലിയ മുടിയൊക്കെ വളർത്തി അച്ഛൻ യാഷാവും. പിന്നെ മകൻ യാഷ് വളർന്ന് ഈ 2 യാഷും തമ്മിലുള്ള ഒരു ഫൈറ്റ്, ഈ 2 യാഷും തമ്മിലുള്ള ക്ലാഷ്, ഈ 2 യാഷും തമ്മിലുള്ളതായിരിക്കും പടം. ഡബിൾ തന്നെയാണ്, അത് ഉറപ്പ് തന്നെയാണ്. പിന്നെ ആൾട്ടർ ഈഗോ സംഭവങ്ങളൊക്കെ ഇടയിലും പുള്ളിക്കൊക്കെ കാണും. ഇനിയിപ്പം യാഷാണ് കിയാര അദ്വാനി കൊന്നെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ആൻഡ് നയൻതാര ഇതില് ഒരു അടുത്തുള്ള റിലേറ്റീവ് ബോണ്ടോ, അനിയനോ അനിയത്തിയോ ചേച്ചിയോ അങ്ങനത്തെ ഒരു ബോണ്ടിലാണ് വരുന്നത്. ട്രെയിലറിലും അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. കിയാര അദ്വാനി ഭാര്യ ലവർ ആ ഒരു സെറ്റപ്പിൽ വരും. താര സുതാര എനിക്ക് തോന്നുന്നു ഈ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ വേറെ വല്ല ചതിക്കാനും വരുന്ന പോലെ ക്യാരക്ടർ. റുക്കുമണി ഒരുമാതിരി ഇൻവെസ്റ്റിഗേഷനും പരിപാടിയും. ആ സീന് റുക്കുമണി, ഞാനൊരു നല്ല രീതിയിലുള്ള ചർച്ചയ്ക്കാണ് വന്നത്, ഞാൻ നല്ല രീതിയിലല്ലേ ഇപ്പൊ നിനക്ക് കാണുന്നത് എന്നുള്ള ആ സംസാരങ്ങളൊക്കെ ഒരു കൊള്ളാം. ആൻഡ് അതിലൊരു കോമഡി ആയിട്ടും ഉണ്ട്. അതൊരു ഇതാണ്, കോമഡി ആയിട്ടും ഉണ്ട്, അത് ചിരിക്കാനും ഒരുപാടുണ്ട്. ആ ഒരു സീന് ഞാൻ നല്ല രീതിക്കല്ലേ നിൽക്കുന്നത്. എനിക്ക് രാഷ്ട്രീയം നിന്നപ്പോഴും ചിരിയും വന്നു. ക്ലൈമാക്സിൽ ആ ട്രെയിലറിൽ എന്തൊക്കെയാടാ കാണിച്ചത്? അത് മറ്റേ പ്ലെയിന് പൊട്ടുന്ന അത് അവിടെ നിന്ന് മറ്റേ മഞ്ഞുമാല, ആ തുടക്കത്തിൽ യാഷിന്റെ മുഖം ഇങ്ങനെ പോകുമ്പോ അതെന്ത് സീനടാ. ഇവിടെ ഇജാതി ട്രെയിലർ, കിട്ടില്ല മേക്കിങ്. ആ സർക്കസ് കാണിക്കുന്ന ആ സ്ഥലമൊക്കെ കാണിക്കുന്നത്, ആ വിഷ്വൽസ് ആവട്ടെ, ഫ്രെയിംസ് ആവട്ടെ, റിച്ച് ക്വാളിറ്റി. ചുമ്മാ നല്ല റീഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഒരു ട്രെയിലർ മുഴുവൻ എന്തൊക്കെയാടാ കാണിച്ചു. ഒരു ഇംഗ്ലീഷ് ട്രെയിലർ, ഒരു ഹോളിവുഡ് ട്രെയിലർ കണ്ടതുപോലെയാണ് പേഴ്സണൽ എനിക്ക് ഫീൽ ചെയ്തത്. ആ പൊട്ടുന്നതാവട്ടെ, ആ ഒരു സംസാരമാവട്ടെ, ആ ഒരു ദേഷ്യങ്ങളാവട്ടെ, ആ ഒരു മുഖം കാണി, ക്ലൈമാക്സ് ആ ട്രെയിലർ യാഷ് ഇങ്ങനെ മുടി, അച്ഛൻ യാഷിന്റെ ആ ഒരു ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ എന്തൊക്കെയാടാ കാണിച്ചത്? എനിക്കൊന്നും മനസ്സിലായില്ല. അത് ഒന്നുകൂടെ ഒന്നല്ല 2-3 വട്ടം കാണും. കിട്ടില്ല ട്രെയിലറായി, കിട്ടില്ല ട്രെയിലർ. 26/8/2026 ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. മറക്കൂല, എങ്ങനെയും പോയി കണ്ടോ. കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പടത്തിന്റെ റിവ്യൂ ഒന്നും നോക്കാൻ നിൽക്കണ്ട, ഫസ്റ്റ് ഡേ പോയി കാണാൻ ശ്രമിച്ചോ. കിട്ടില്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഗീതു മോഹൻദാസ് അണിയറയിൽ കിട്ടില്ല സാധനം പണ്ണുന്നുണ്ട്. യാഷ് ഇവിടെ പണ്ണ തന്നെ. എന്താ ട്രെയിലറിൽ യാഷ് കാണിച്ചു വെച്ചിരിക്കുന്നത്? സീൻ ബൈ സീന് ആ ഓറ, ആ ഒരു ദേഷ്യം, ആ ഒരു ബോഡി ഫിറ്റ്നസ്, ആ ഒരു ക്യാരക്ടർ മേക്ക് ഓവർ എല്ലാം ഒരു രക്ഷയില്ല.